ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ലക്ഷ്യമിട്ടുള്ള 100 ദിവസത്തെ ബോധവൽക്കരണ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം എംഎൽഎ പി ഉബൈദുള്ള നിർവഹിച്ചു. പല രോഗങ്ങളുടെയും വ്യാപനം തടയാൻ നമുക്ക് സാധ്യമാണ്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തന്നെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി. ആരോഗ്യ വകുപ്പിന്റെ നിരന്തരമായ ഇടപെടൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ഇതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ആരോഗ്യരംഗത്ത് ഇന്ന് കാണുന്ന ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യത. വിവിധങ്ങളായ രോഗങ്ങൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേൾക്കാത്ത രോഗങ്ങൾ പലപ്പോഴും ഓരോ ഘട്ടങ്ങളിലും വന്നു. ആ രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് രോഗം വന്നിട്ടാണ് നമ്മൾ പ്രതിരോധ പ്രവർത്തനം തുടങ്ങുന്നത്. രോഗം വന്നിട്ടാണ് നമ്മളെ ചർച്ച ചെയ്യുന്നത്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ അത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ജനങ്ങളെ ആ തരത്തിലേക്ക് വന്നിട്ട് ചികിത്സിക്കുന്നതിന് പകരം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന ബോധ്യത്തിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള വിപുലമായ ജനകീയ ക്യാമ്പയിനാണ്. മലപ്പുറം നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് പരി അധ്യക്ഷനായി. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് മുഖ്യാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ. രേണുക മുഖ്യപ്രഭാഷണവും നടത്തി. കോളേജ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത 100 ദിന ബോധവൽക്കരണ വിളംബര റാലി ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശങ്ങളടങ്ങിയ ജില്ലയിലെ 10 നിക്ഷയ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം, പ്രതീകാത്മക ബലൂൺ പറത്തൽ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെൽഫി പോയിന്റ്, ഫ്ലാഷ് മോബ് എന്നിവയും ഒരുക്കി. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ADM NM മെഹ്റലി, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഷുബിൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.